പി വി ശ്രീനിജൻ MLA ടെലിഫോൺ ലൈനുണ്ട്. പി വി ശ്രീനിജൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ നാട് ഒരുമിച്ച് തെരച്ചിലാണ്, പോലീസും ഒക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ജനപ്രതിനിധികളൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളൊക്കെ ഞങ്ങൾ സ്ക്രീനിൽ നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി നൽകണമെങ്കിൽ ഒരുപക്ഷെ താങ്കളുടെയൊക്കെ പക്കൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കൈമാറാം. ഞാനിപ്പോ ആലുവ SP ആയിട്ട് സംസാരിച്ചതിൽ നിന്ന് ഇപ്പോ നമ്മള് പോലീസ് ഈ അമ്മേനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൃത്യമായിട്ടൊരു വിവരം കിട്ടുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അവരാകെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അത് കൂടാതെ പോലീസ് ഇപ്പോ CCTV പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പോകാൻ സാധ്യതയുള്ള അവർ പോയെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലെ മുഴുവൻ CCTVകളും ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും നമുക്ക് നേരത്തെ ഒരു CCTV ഫുട്ടേജ് കിട്ടിയത് അത് 3:20 അത് തിരുവാങ്കുളത്തുള്ളതാണ്. അവിടെ തിരുവാങ്കുളത്തെത്തി എന്നിപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. അവിടെ നിന്ന് ബസ്സിന് പോയി KSRTCക്ക് കയറിയെന്നാണ് ഈ അമ്മ പറയുന്നത്. അത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആലുവ ഇപ്പോൾ അതിനിടയിൽ പറയുന്നു മൂഴിക്കുളം ഭാഗത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന് അവർ പോലീസിനോട് പറഞ്ഞു. അവിടെയും പോലീസ് തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രതിസന്ധി എന്ന് തോന്നുന്നു അല്ലേ? കൃത്യമായി എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു വിവരം നൽകേണ്ടയാളിന് ഇതില് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുന്നത് അമ്മയ്ക്ക് തന്നെയാണ്. അവര് ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കാം, പക്ഷെ അവര് കുഞ്ഞിനെ സേഫ് ആയിട്ട് തന്നെ എവിടെയെങ്കിലും കരുതിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഫാമിലി വിഷയം ഉള്ളത് കൊണ്ട് ഭർത്താവിൽ നിന്ന് കുഞ്ഞിനെ അകറ്റി മാറ്റി നിർത്താനുള്ള, പക്ഷെ ഇപ്പോഴും കുഞ്ഞ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പോലും അവര് തന്നെ ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കും അറിയാത്തത്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഏതായാലും പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വേറെ കുഞ്ഞിന് മറ്റൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. ശരി, പി വി ശ്രീനിജൻ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ട് താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറയുന്ന നല്ല വാർത്തയ്ക്ക് വേണ്ടി കുഞ്ഞ് സുരക്ഷിതമായി എവിടെയെങ്കിലും ഉണ്ട്, അല്പസമയത്തിനകം ആ വിവരം കിട്ടും എന്ന് നമുക്ക് കരുതാം. അതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. രാത്രി വൈകി എറണാകുളത്താണെങ്കിൽ പലയിടത്തും കനത്ത മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ അവഗണിച്ച് നാട്ടുകാർ ഒന്നാകെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ആലുവ മണപ്പുറത്ത് തെരച്ചിൽ നടക്കുന്നു. കുട്ടിയുടെ അമ്മയുമായി കുറുമശ്ശേരിയിൽ പോലീസ് തെരച്ചിൽ നടത്തുന്നു. മൂഴിക്കുളത്ത് ബന്ധുക്കളും പോലീസും തെരച്ചിൽ നടത്തുന്നു. എല്ലായിടത്തും തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് മാത്രമാണ് ഒരു പക്ഷേ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും വിവരം നൽകാൻ കഴിയൂ. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ വിവരം നൽകാൻ പറ്റുന്നുമില്ല. കുറേ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളയാളാണ് എന്ന് പറയുന്നപ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ, അതൊക്കെ ഇതിൻ്റെ അന്വേഷണത്തെയും ഈ പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്.